ഒരു സുപ്രഭാതത്തിൽ മാപ്പിളപ്പാട്ട് ഇല്ലാതെ പോകുന്ന ഒരു രംഗമുണ്ടായി. അന്ന് കൈരളിച്ചൻ പട്ടുറുമാലാണ് ഈ മാപ്പിളപ്പാട്ടിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കാലഘട്ടം എൻ്റെ ഓർമ്മയിലാണ്. ഇപ്പം മാപ്പിളപ്പാട്ട് ഏത് മേഖലയിൽ പാടിയാലേ പാടിയിട്ട് പോകാൻ പാടുള്ളൂ. അമ്പലങ്ങളും ഉത്സവങ്ങളിലും മറ്റുള്ള മേഖലയിലും എല്ലാവരും ഒരു മാപ്പിളപ്പാട്ട് പാടണം. ആ രൂപത്തിലേക്ക് മാപ്പിളപ്പാട്ടിൻ്റെ രംഗങ്ങൾ മാറി എന്നുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണിപ്പോൾ. തീർച്ചയായും അസീസ് ഖാന് ശേഷം ഈ താരാട്ട് പാട്ടിൽ ഒരു ഉടലെടുത്ത് വന്ന ഒരാളുണ്ട്, ആദിൽ. ഞാൻ അന്ന് മുതലാണ് അതിൻ്റെ ആൾക്കാർ ആ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്തൊരു ഗായകൻ ഉണ്ട് എന്ന് ഞാൻ കണ്ടു. പിന്നീട് അതിൻ്റെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് ഇപ്പം ഗൾഫ് മേഖലയിലാണ് ഏറ്റവും വലിയ ആരാധകന്മാർ അത് ഉള്ളത്. തീർച്ചയായും ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് കേട്ട് രസിക്കുന്ന ആളും ഗൾഫ് മേഖലയിലാണ്. അന്ന് എൻ്റെ ഏട്ടനൊരു പാട്ട് ഇറക്കിയിരുന്നു, വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്ന് പാട്ട്. ആ പാട്ട് സത്യത്തിൽ ഗൾഫ് മേഖലയിലുള്ള ജീവിക്കുന്നത് ബക്കർക്കേടുണ്ട്. ബക്കർക്കെല്ലാം എൻ്റെ ഏട്ടൻ്റെ കൂടെ നിത്യവസന്തമുള്ള ഒരാളാണ്. ആ പാട്ട് കേട്ടപ്പോൾ ഒരുപാട് ആൾ കണ്ണുനീരിൽ നിന്ന് വന്ന് കേട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ പാട്ട് കേൾക്കാൻ വലിയ രസമായിരുന്നു. ഫൈസൽക്കാർക്കെല്ലാം അറിയാം, ഫൈസൽക്കാർക്കൊക്കെ നന്നായി അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഇമ്പമാർന്ന പാട്ടുകൾ കേട്ട് ആസ്വദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ മൂസക്കയുടെ പാട്ടാണ് ഏത് രംഗങ്ങളിലായാലും, സങ്കടങ്ങളിലായാലും ദുഃഖങ്ങളിലായാലും ആവേശങ്ങളിലായാലും ആസ്വാദനത്തിലായാലും മൂസക്ക ഇല്ലാത്തൊരു പാട്ട് ഒരു സ്റ്റേജിലും ഇല്ലാത്തില്ല. എല്ലാ സ്റ്റേജിലും മൂസക്കാൻ്റെ ഒരു പാട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. ആ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചു പോകണം, മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന രൂപത്തിലൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലും നിന്നെയും ഏന്തി. പാട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും ഒരു യാത്ര ഉണ്ടാവാം. അതൊരു എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് മനസ്സിൽ വെച്ചാൽ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അർത്ഥമൊത്തമായ ഒരു പാട്ടാണ് മൂസക്ക പാടി. ആ മൂസക്കയുടെ പാട്ട് ആ ഒരു പാട്ട് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ കടന്നു വരുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പാടുന്നുണ്ട്. സത്യത്തിൽ ആ കുട്ടികൾക്ക് പാടുമ്പോൾ എന്ത് ഭംഗിയായിട്ട് എന്ത് രസത്തിലാണ് പാടുന്നത്. ഇപ്പോൾ ഉള്ള ആളൊന്നും അങ്ങനെയുള്ള പാട്ട് പാടാനേ ഇല്ല. 2 വരി ഫസ്റ്റ് പാട്ട് പാടിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പിന്നെ 3ാമത്തെ വരി മനസ്സിലാവും, പിന്നെ എല്ലാം മ്യൂസിക്കിലങ്ങ് വിട്ട് ഒന്നും തിരിയാത്ത ലെവലിലേക്ക് പോകുന്നൊരു പാട്ടുകളാണ് ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നത്. മൂസക്കാൻ്റെ പാട്ടുകൾ അതല്ല. ജീവിതത്തിൽ പകർന്നു നൽകുന്നതും ജീവിതത്തിൻ്റെ മുമ്പോട്ട് പോകുന്ന യാത്രക്കും അങ്ങനെയുള്ള വരികളാണ്